കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ഇന്ന് ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കും. കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ ശ്രമങ്ങൾക്കൊന്നും പത്മജ വഴങ്ങിയില്ല. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി അടക്കം സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തൃശൂരിൽ തന്നെ തോൽപ്പിച്ച നേതാക്കൾക്ക് പദവികൾ നൽകിയതും കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോയതുമാണ് അതൃപ്തിക്ക് പിന്നിൽ. പത്മജയെ ചാലക്കുടി സീറ്റിലേക്ക് ബി.ജെ.പി. പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിവരം. 2 ആഴ്ച മുൻപാണ് പത്മജ ബി.ജെ.പി. നേതൃത്വവുമായി ആശയവിനിമയം തുടങ്ങിയത്. ഇ.ഡിയെ കാണിച്ച് പത്മജയെ ഭീഷണിപ്പെടുത്തിയെന്ന് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും നല്ല നിലയിൽ എല്ലാ കാലത്തും അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ, പുറത്തു വരുന്ന വാർത്തകൾക്കനുസരിച്ച് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇ.ഡിയെ പേടിച്ചാകാനേ സാധ്യതയുള്ളൂ. തൃശൂർ രാമനിലയത്തിൽ കോൺഗ്രസ് നേതാക്കൾ അടിയന്തര യോഗം ചേരുകയാണിപ്പോൾ. കോൺഗ്രസ് മൊത്തമായി നാളെ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നതിന് എന്താണ് ഉറപ്പ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ചോദിച്ചത്. ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ A.K. ആന്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോയി, ഏതെല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ ബി.ജെ.പിയും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി.ജെ.പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത്. കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോകാതിരുന്നത്. അതിപ്പോൾ കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ ഉണ്ട്. അതോടൊപ്പം തന്നെ എം.വി. ഗോവിന്ദന്റെ പ്രതികരണം, രാമനിലയത്തിലെ അടിയന്തര യോഗം, ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, പത്മജ വേണുഗോപാലിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കിട്ടുന്നില്ല. അവരുടെ പ്രതികരണം എവിടെയും ഇപ്പോൾ ലഭ്യമാകുന്നുമില്ല. എപ്പോഴാണ് ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കുക? ഗോപി, ഇന്ന് രാവിലെ ബി.ജെ.പി. അംഗത്വം സ്വീകരിക്കുമെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ അത് വൈകിട്ടോടുകൂടി മാത്രമേ ബി.ജെ.പിയിലേക്ക് പ്രവേശനം ഉണ്ടാകുള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും പത്മജ വേണുഗോപാലിനെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോണിൽ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇന്നലെ തന്നെ ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരുന്നു. ഇന്നലെ രാവിലെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ഉണ്ടായെങ്കിലും പിന്നീട് വൈകിട്ടോടുകൂടി തന്നെ അത് നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. പക്ഷേ അത് അധികം വൈകാതെ തന്നെ ആ കുറിപ്പ് പിൻവലിച്ചുകൊണ്ട് പിന്നീട് ബി.ജെ.പിയിലേക്ക് പോകുന്നതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും കടുത്ത അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രാദേശികമായുള്ള ചില പരാതികളടക്കം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നലെ എ.ഐ.സി.സി. നേതൃത്വം, പ്രത്യേകിച്ചും കെ.സി. വേണുഗോപാലും അതോടൊപ്പം തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി പത്മജ വേണുഗോപാൽ സംസാരിച്ചു. ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സംസ്ഥാന നേതൃത്വം താല്പര്യപ്പെട്ടെങ്കിലും പത്മജ വേണുഗോപാൽ അതിന് വഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോട് തന്നെ ബി.ജെ.പി. പ്രവേശനം ഉണ്ടാകും. നിരവധി പരാതികളാണ് നേതൃത്വത്തിന് മുമ്പാകെ തന്നെ പത്മജ വേണുഗോപാൽ മുന്നോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് തന്നെ കാലുവാരിയ നേതാക്കൾക്ക്, പ്രാദേശിക നേതാക്കൾക്ക് പദവി നൽകിയത് വലിയ തരത്തിൽ പത്മജ വേണുഗോപാലിനെ ഈ ഒരു തീരുമാനത്തിലേക്ക് സ്വാധീനിക്കാൻ കാരണമായി. അതോടൊപ്പം തന്നെ കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം അത് അനന്തമായി നീളുന്നതും അതോടൊപ്പം തന്നെ അതിൽ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതും എല്ലാം തന്നെ പത്മജ വേണുഗോപാൽ പലകുറി നേതൃത്വത്തിന് മുമ്പാകെ തന്നെ ചില പരാതികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല. കൂടാതെ ഈ വരാനിരിക്കുന്ന രാജ്യസഭാ സീറ്റിലടക്കം ഒരു പരിഗണന പത്മജ വേണുഗോപാൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഉണ്ടാക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ അവഗണന നേരിട്ട് പാർട്ടിയിൽ തുടരേണ്ടതില്ല എന്ന തീരുമാനം പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് ബി.ജെ.പിയിലേക്ക് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ബി.ജെ.പി. നേതൃത്വമായി. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. നിതിൻ പറഞ്ഞതനുസരിച്ച് പത്മജ വേണുഗോപാൽ ആദ്യം നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 11 മണിയോടുകൂടി ബി.ജെ.പി. അംഗത്വം ഔദ്യോഗികമായി സ്വീകരിക്കുമെന്നായിരുന്നു. പക്ഷേ അത് ഉച്ച കഴിഞ്ഞ് വൈകിട്ടായിരിക്കും ഉണ്ടാവുക എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. പത്മജ വേണുഗോപാലിനെ ടെലിഫോണിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും പത്മജ വേണുഗോപാൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ദൃഢമായ ഒരു നീക്കമാണ് പത്മജയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും എന്ത് നടപടി ഇനി തുടർന്ന് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ അടിയന്തര യോഗം ഇപ്പോൾ നടക്കുകയാണ്. അത് രാമനിലയത്തിലാണ് നടക്കുന്നത്. കോൺഗ്രസ് ഒന്നാകെ ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. സൂരജ് സജി നമ്മളോടൊപ്പം ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഇപ്പോൾ രാമനിലയത്തിൽ പുരോഗമിക്കുകയാണല്ലേ? കോൺഗ്രസിന് ഇതൊരു ഷോക്കാണോ, പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം?
തീർച്ചയായും ഗോപികൃഷ്ണൻ, അത് വലിയൊരു പ്രതിരോധത്തിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. പക്ഷേ അതിനെ മറികടക്കാനുള്ള ചടുലമായ നീക്കം അത് കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ രാമനിലയത്തിലെ യോഗം അവസാനിച്ചിട്ടുണ്ട്. അത് AICC അംഗമായിട്ടുള്ള അനിലക്കര, അതുപോലെ തന്നെ TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്ന തുടർ നടപടികൾ ചർച്ച ചെയ്ത് അതിലെ പ്രധാന തീരുമാനം ഇതാണ്: ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ലീഡർ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അടിയന്തരമായി തന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലീഡറുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് ഈ TN പ്രതാപൻ MP എത്തും. ഇവിടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം തുടക്കം കുറിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു. TN പ്രതാപൻ രാമനിലയത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാമനിലയത്തിൽ നേതാക്കളുടെ കൂടിയാലോചനയിൽ എന്തൊക്കെ കാര്യമാണ് ചർച്ചയായത്? പത്മജ BJP-യിലേക്ക് പോയ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണ പരിപാടിയിലേക്ക് കടക്കണമെന്നാണോ? കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ആശങ്ക അവർക്കുണ്ടോ? പത്മജ പോകുന്നതോടുകൂടി കോൺഗ്രസിന് അതിന്റെ അടിത്തറ അല്ലെങ്കിൽ അവിടെ തൃശ്ശൂരിൽ ഒരു ഇളക്കമുണ്ടാകും എന്നൊക്കെ അവർ ആശങ്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും ഗോപികൃഷ്ണൻ, അതിന് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയായത്. അതായത് ഈ പ്രവർത്തകരെ ഒപ്പം നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നീക്കം. അതുകൊണ്ട് തന്നെ ഈ പത്മജ പോയത് ഒരു വൈകാരിക വിഷയമായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് അവതരിപ്പിക്കാനും ആ വൈകാരിക വിഷയത്തെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വോട്ടാക്കി മാറ്റാനുള്ള ഒരു നീക്കവുമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഒരിക്കലും ലീഡറുടെ മകൾ പോകുന്നത് കൊണ്ട് പാർട്ടിക്ക് അത് ക്ഷീണം ചെയ്യില്ല. പക്ഷേ ആ വാർത്ത, അതായത് K കരുണാകരന്റെ മകൾ BJP-യിലേക്ക് എന്ന വാർത്ത, അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ, അതായത് പാർട്ടി വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടമാണ്, ആ ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം പ്രവർത്തകർ അണിനിരക്കണമെന്നൊരു പ്രഖ്യാപനമാണ് നേതാക്കൾ എല്ലാവരും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന്, അതായത് ഇതിനു ശേഷം ഇവിടെ നടത്തുന്നത് ഈ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗം, അതായത് DCC ഓഫീസിൽ ചേരും. ഈ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആ യോഗം ചേരും. ആ യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുക്കുകയാണ്. അതായത് കോൺഗ്രസിന് ഒപ്പം, അതായത് കോൺഗ്രസിനെ കൂട്ടായി നയിക്കും എന്നൊരു സത്യപ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ട് ഈ വിഷയത്തെ വൈകാരികമായി അവതരിപ്പിക്കാനുള്ള ഒരു നീക്കം അത് കോൺഗ്രസ്. ഇനി നമുക്ക് സൂരജ്, ഇനി നമുക്ക് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക് വരാം. അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് ഈ പത്മജയുടെ BJP-യിലേക്കുള്ള ചുവടുമാറ്റത്തെ കുറിച്ച് പരാമർശിച്ചത്. കോൺഗ്രസ് പാർട്ടി തന്നെ ഒന്നാകെ BJP-യിലേക്ക് പോകുന്ന കാലം വിദൂരമല്ല എന്ന് ആക്ഷേപിക്കുകയുണ്ടായി, അല്ലേ? അത്തരത്തിൽ തന്നെയാണ്. അതായത് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി 50-ലേറെ നേതാക്കൾ, അതായത് കോൺഗ്രസിന്റെ വലിയ നിരയിലുള്ള നേതാക്കൾ അടക്കം BJP-യിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ പത്മജ പോയതിൽ വലിയ അതായത് കൗതുകം തോന്നേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വടകരയിൽ K മുരളീധരനെ ഇത് ബാധിക്കുമെന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത്, അതായത് വടകരയിൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും, അത് ഉറപ്പാണ്. അതിനിടയിൽ ഈ പത്മജയുടെ വിഷയം ചർച്ചയാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞു, അതായത് നാളുകളിൽ കോൺഗ്രസ് ഒന്നാകെ തന്നെ BJP-യിലേക്ക് പോയാലും അതിൽ അത്ഭുതം കാണേണ്ടതില്ല എന്നുള്ളതാണ് ഈ MP ഗോവിന്ദൻ പറയുന്നത്. അത്തരത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം നാളുകളിൽ BJP-യിലേക്ക് കോൺഗ്രസ് തന്നെ മാറിയാലും നമ്മൾ അതിലൊരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഈ MP ഗോവിന്ദൻ പറയുന്നു. എന്തായാലും അനിലക്കര ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് TN പ്രതാപൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇന്ന് തൃശ്ശൂർ ജില്ലയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെയും ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഈ വിഷയമടക്കം ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ചർച്ചയാകും. കാരണം തൃശ്ശൂർ പോലൊരു മണ്ഡലം അത് എല്ലാ മുന്നണികളെ സംബന്ധിച്ച്, അത് BJP ആയാലും LDF ആയാലും UDF ആയാലും